ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിറിയയിൽ ആഭ്യന്തര കലാപകാരികൾക്ക് നേരെ ഒരു വിഷവാതകം പ്രയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഏതാണ് ആ വാതകം എന്നാണ്. സരിൻ എന്നാണ് ആ വാതകത്തിന്റെ പേര്, സെറിൻ. അപ്പൊ സിറിയയില് ആഭ്യന്തര കലാപകാരികൾക്ക് നേരെ ഒരു വിഷവാതകം പ്രയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. വാതകം ഏതാണ്? സറിൻ എന്ന വിഷവാതകമാണ്. ഇതിപ്പോ എന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2013 നടന്ന സംഭവത്തിനെ അധിഷ്ഠിതമാക്കിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഈ സംഭവം നടന്നിരിക്കുന്നത്, ഇന്റേണൽ ഡിസ്റ്റർബൻസ് നടന്നിരിക്കുന്നത് 2013 പക്ഷെ അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ട്, അതായത് പലതവണ ഇതുപോലെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഈ സെയിം വിഷവാതകം തന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 2017, 2024 ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പം 2014 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇത് 2013 നടന്ന സംഭവത്തെ പറ്റി ചോദിച്ചിരിക്കുന്നത്. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം ഏത് പ്രശസ്ത മലയാളം കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഒരു ദേശത്തിന്റെ കഥയാണ്. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം ഏത് പ്രശസ്ത മലയാളം കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഒരു ദേശത്തിന്റെ കഥയാണ്. ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാടിന്റെയാണ്. കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറിയാണ് ത്രിപുര. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ അത് ത്രിപുരയാണ്. തിരുവാതിര ഞാറ്റുവേല ഏതു രാശിയിലായിരിക്കും? മിഥുനമാണ്. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലായിരിക്കും? മിഥുനം രാശിയിൽ. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പാണ് AB. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് AB. ലോക കാഴ്ച ദിനം ഒക്ടോബർ 10. ലോക കാഴ്ച ദിനം ഒക്ടോബർ 10 ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ചൊവ്വയിൽ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തുവാണ് പെർക്ലോറേറ്റ്. ചൊവ്വയിൽ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ പെർക്ലോറേറ്റ് ആണ്. പെർക്ലോറേറ്റ്. സുപ്രീം കോടതിയുടെ പിൻകോഡ്, പുതിയ പിൻകോഡ് 110-001. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110-001. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടിയാണ് ക്വിറ്റ് ഇന്ത്യ. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി ക്വിറ്റ് ഇന്ത്യ. 1961 വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് ഗോവ. അപ്പൊ ഗോവ സ്വാതന്ത്ര്യം നേടിയത് 1961 ആരിൽ നിന്നാണ്? പോർച്ചുഗീസുകാരിൽ നിന്നാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യ പാക് അതിർത്തി റാഡ്ക്ലിഫ് ലൈനാണ്. ഇന്ത്യ പാക് അതിർത്തി റാഡ്ക്ലിഫ് ലൈൻ. ആരുടെ നിരാഹാര ജീവിതത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത്? പോറ്റി ശ്രീരാമലു ആണ്. ആരുടെ നിരാഹാര ജീവിതത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത്? പോറ്റി ശ്രീരാമലു ആണ്. ഏത് സംസ്ഥാനമാണ് ആദ്യം രൂപീകരിച്ചത്? ആന്ധ്രയാണ്. ആന്ധ്ര. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? USSR. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? USSRൽ നിന്നാണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അതായത് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എപ്പോഴും. ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് 1969. ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് 1969. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ബാങ്കാണ് നബാർഡ്. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം 1949. ഇന്ത്യൻ ഭരണഘടന പാസാക്കിയത് 1949 നവംബർ 26. ബാലാവകാശങ്ങളെ
സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനമുണ്ടായത് ഏതു വർഷമാണ്? 1989 ബാലാവകാശങ്ങളെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനമുണ്ടായത് 1989 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാരാണ് ഇപ്പോഴത്തെ? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2005 ഇന്ത്യയിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2005. കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേയറ്റം വരെയുള്ള ജലപാത വെസ്റ്റ് കോസ്റ്റ് കനാൽ. കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേയറ്റം വരെയുള്ള ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്താണ്? മത്സ്യബന്ധനമാണ്. നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്? കുട്ടനാട്. കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്? കുട്ടനാട്. അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ശ്രീ ശങ്കരാചാര്യരാണ്. അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ശ്രീ ശങ്കരാചാര്യർ. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ലയാണ് വയനാട്. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല ഏതെന്ന് ചോദിച്ചാൽ വയനാട്. വിശ്വേശ്വരയ്യ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായത് 1923 വിശ്വേശ്വരയ്യ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായത് 1923. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് 1600 ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് 1600. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവാണ് പഴശ്ശിരാജ. ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ പഴശ്ശിരാജയാണ്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്.